മനുഷ്യ മൃഗം എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ മകൾക്കോ നിങ്ങളെ മകൾ വിവാഹിതരായിട്ടുണ്ടെങ്കിൽ അവൾക്കോ പെങ്ങൾക്കോ വിളിച്ചു ചോദിക്കുക, ദേഹോപദ്രവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറങ്ങി പോരാൻ പറഞ്ഞോണ്ട്. മരിച്ചതിന് ശേഷം കോടതി വരാന്തിയും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് കാര്യമില്ല അല്ലേ. പലപ്പോഴും വീട്ടുകാർ പറയുന്നത് മോളെ അഡ്ജസ്റ്റ് ചെയ്യ്, എങ്ങനെയെങ്കിലും അവിടെ നിൽക്കുമെന്ന് പറയും. ഈ കോലത്തിലേക്ക് എങ്ങനെയാണ് നിൽക്കുക വീട്ടിൽ? ഇത് മനുഷ്യനാണ്, ഇപ്പോൾ സൈക്കോണ്. നമ്മൾ 1000 വട്ടം തൂക്കി കൊന്നാലും ഇവനോടുള്ള പക തീരുമില്ല അല്ലേ. മദ്യപിച്ച് മതോന്മത്തിന് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണിത്. അതുല്ല എന്നുള്ള പെൺകുട്ടി ജീവനൊടുക്കി ശേഷമാണ് വീട്ടുകാർ വീഡിയോ പുറത്തു വിടുന്നത്. അവൾ ബർത്ത്ഡേൻ്റെ അന്നാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത്. പക്ഷെ ഭയങ്കര സങ്കടം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ സമൂഹത്തിൽ പലരും അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഒരിക്കലും നിങ്ങൾ ജീവൻ കളയാൻ പാടില്ല. പെൺകുട്ടികളോടെ പറയുള്ളത്, ഒരു തോണി 2 ദിശയിലേക്കാണ് തുഴയണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുക, നിങ്ങൾ കിട്ടിയ ബസ്സിന് കയറി പോവുക. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജീവിതം കളഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കണത്? ആർക്ക് മുമ്പിലാണ് ജയിക്കണത്? ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഡിവോഴ്സ് ആക്കുക. വീട്ടുകാരോട് പറയും നിങ്ങൾ പോയി നിന്നോളിന്ന് പറയാം, ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു ഫോട്ടോ ആണിത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ക്യാമ്പ് കാണുന്നത് കേരളത്തിൽ, ഡിവോഴ്സ് ക്യാമ്പ് എന്നുള്ളത്. ഇത് കണ്ടില്ലേ, വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കോഴിക്കോട് തുടങ്ങിയിട്ടുള്ളത്. വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾക്ക് കരുത്ത്, പിന്തുണ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ്. ഒരുപാട് ആളുകൾ പ്രശംസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. എനിക്ക് ഈ ബ്രേക്ക് ഫ്രീ സ്റ്റോറീസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫോൺ നമ്പർ അതിൽ ആഡ് ചെയ്യും. ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയെ എത്രമാത്രമൊക്കെ ക്രൂരമായിട്ട് മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ വിളിക്കട്ടെ. അവർ വിവാഹമോചിതരായിട്ട് നിങ്ങൾ ക്യാമ്പിൽ കൂടട്ടെ. അതിലേറ്റവും നല്ലത് വിവാഹമോചിതരാവുകയാണോ നല്ലത്, മരിക്കാൻ വിട്ടുകൊടുക്കുകയാണോ നല്ലത്?